ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ വളരെ മനോഹരമായിരിക്കുമല്ലേ? ഒന്നിച്ചുള്ള യാത്രകൾ, ഭക്ഷണം, സംസാരം. അങ്ങനെ ആ ഒരു ഹണിമൂൺ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ കുറ്റപ്പെടുത്തലും പഴിചാരലുമൊക്കെയായി പല ബന്ധങ്ങളും മാറാം. പിന്നെ പങ്കാളിയുടെ കുറവുകളെക്കുറിച്ചായിരിക്കും ചിന്തകൾ. ഇടുക്കി ചിന്നക്കനാലിലെ രാജുവിൻ്റെയും ഭാര്യ കൗസല്യയുടെയും ദാമ്പത്യത്തിന് ഇങ്ങനെയൊരു കഥ പറയാനുണ്ട്. പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു. പുറമേ നിന്ന് നോക്കുമ്പോൾ മാതൃകാ ദമ്പതികൾ. എന്നാൽ കല്യാണം കഴിഞ്ഞ് 3-ാം വർഷം എന്തിനായിരിക്കും ആ യുവതി ജീവനൊടുക്കിയത്? പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഇവർ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പുറംലോകം അറിഞ്ഞത്. ഭാര്യയുടെ ആത്മഹത്യയിൽ രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനുവരി 27-നാണ് രാജുവിന്റെ ഭാര്യ കൗസല്യ ആത്മഹത്യ ചെയ്തത്. സംഭവത്തിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. വിവാഹിതരായി 3 വർഷം പിന്നിട്ട ദമ്പതിമാരാണ് രാജുവും കൗസല്യയും. കഴിഞ്ഞ കുറച്ചു കാലമായി കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ശാരീരികവും മാനസികവുമായി ഭർത്താവിൽ നിന്നുണ്ടായിരുന്ന നിരന്തര പീഡനങ്ങളാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. സംഭവത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൗസല്യ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായിരുന്നുവെന്ന് വ്യക്തമായതോടെയാണ് രാജു മുരുകനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചതെന്ന് മൂന്നാർ ഡിവൈഎസ്പി ആർ ചന്ദ്രകുമാർ പറഞ്ഞു. ശാന്തമ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഗുണ്ടുമല എസ്റ്റേറ്റിൽ, സൂര്യനെല്ലി ഗുണ്ടുമല എസ്റ്റേറ്റിൽ താമസക്കാരിയായ 25 വയസ്സുള്ള കൗസല്യ എന്ന സ്ത്രീ വീട്ടിലുള്ള ഡികളുടെ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പീഡനം കൊണ്ടാണ് മരണപ്പെട്ടതെന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത്. ശാസ്ത്രീയ പരിശോധന നടത്തിയ എല്ലാ റിസൾട്ടുകളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ ഈ കൗസല്യ കൊടിയ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാക്ഷിമൊഴികളിലും ഈ സ്ത്രീയെ സന്തോഷവതിയായിട്ട് കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാരും മറ്റ് സാക്ഷികളുമൊക്കെ പറയുന്നത്. അങ്ങനെ അതൊരു ഒരു പീഡനം, ഭർത്താവിൻ്റെ പീഡനം മൂലമാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചെന്ന് വെളിവായിട്ടുള്ളതാണ്. സ്ത്രീയുടെ ഭർത്താവായ രാജുവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ബന്ധുക്കളുടെ മൊഴികളും ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ രാജു മുരുകനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.